ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ള ധാരാളം നിവേദനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കടപരിധി വർദ്ധിപ്പിക്കുന്ന കാര്യം, നമ്മുടെ റോഡ് നാഷണൽ ഹൈവേക്ക് റോഡ് എടുക്കുമ്പോൾ കിട്ടേണ്ട കോമ്പൻസേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം മുഖ്യമന്ത്രിയുമായിട്ടും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ സംസാരിക്കുന്ന പ്രോസസ്സിലാണ് നടക്കുന്നത്. ഇതിന് കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു സമയബന്ധിതമായി അനുകൂലമായി ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞാൻ ഇന്നത്തെ സംസാരത്തിൽ നിന്ന് വളരെ ഡീറ്റെയിൽസായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഫയലുകളും അരമണിക്കൂറോടെ എടുത്തിട്ടാണ് സംസാരിച്ചത്. വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നമുക്കൊരു ശുഭവിശ്വാസമുണ്ട് ഈ കാര്യത്തിൽ. വയനാടിൻ്റെ കാര്യം മാത്രമല്ല, ഞങ്ങളെടുത്തത് വയനാട് മാത്രമല്ല, വയനാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു, കേന്ദ്ര ടീമിൻ്റെ കിട്ടി, സംസ്ഥാനത്തിൻ്റെ കിട്ടി. അപ്പോൾ എനിക്ക് സമയബന്ധിതമായി തീരുമാനമെടുക്കണം. മറ്റു പാക്കേജ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തന്നെയാണ് റിപ്പോർട്ട് അനുസരിച്ചല്ലേ വരുള്ളൂ. സംശയമുള്ളത് ഒരു പാക്കേജ് ആയിട്ടാണോ അതല്ലെങ്കിൽ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ട് അതിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ? അത് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നല്ല, അത് പ്രത്യേക പാക്കേജായിട്ട് തന്നെ വരും. കാരണം ഡിസാസ്റ്റർ ഫണ്ട് കേരളത്തിന് ഇനി വരാൻ പോകുന്ന ദുരിതങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ കേരളത്തിന് കിട്ടുന്നൊരു ഫണ്ടാണ്. നമുക്കിപ്പോൾ വേണ്ടത് വയനാട് ദുരന്തത്തിൽ കിട്ടേണ്ട പ്രത്യേക പാക്കേജാണ് നമുക്ക് വേണ്ടത്. അതാണിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേന്ദ്ര ടീമും സമാനമായ റിപ്പോർട്ടാണ് വളരെ വേഗം തന്നെ ആ പാക്കേജ് ലഭ്യമാകുമെന്നുള്ളത് തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമുക്ക് സമയബന്ധിതമായ താമസിക്കാതെ, കാരണം ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ദുരിതമുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങളാണ്, സെൻട്രൽ ടീം കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനം സമയബന്ധിതമായി ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ആ രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്.